വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് എനിക്കൊരു മുൻകൂർ ജാമ്യം എടുക്കാനുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും MBBS കിട്ടില്ല, അല്ലെങ്കിൽ കിട്ടുമെന്നോ ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ നമ്മളെല്ലാം പ്രതീക്ഷയുടെ കഴിഞ്ഞ കൊല്ലത്തേക്ക് അലോട്ട്മെന്റിന്റെ ഒക്കെ ബേസിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ്. ഇത് 100% അക്യുറേറ്റ് അല്ല. ഇവിടെ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, അപ്പുറത്തിന്റെ ഇപ്പുറത്തിന്റെ ഏത് ഇന്ത്യയിലെ വീഡിയോസ് കണ്ടാലും അവരൊക്കെ പറയുന്നത് എക്സ്പെക്റ്റഡ് ആണ്, പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് ആണ്, പ്രതീക്ഷിക്കുന്ന കോളേജ് ആണ്, പ്രതീക്ഷിക്കുന്ന ഓരോ മാർഗമൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. ഒരിക്കലും 100% കറക്റ്റ് അറിയണമെങ്കിൽ റിസൾട്ട് വരണം, അലോട്ട്മെന്റും പ്രക്രിയകളും ഒക്കെ മുമ്പോട്ട് നടക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു മാർഗ് ഉണ്ടല്ലോ, ആ മാർഗ് വെച്ച് നിങ്ങൾക്ക് കേരളത്തിലെ ഏത് MBBS പഠിക്കാൻ ഏത് ഗവൺമെന്റ് കോളേജ് വരെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്, വേഗം ശ്രദ്ധിച്ചോ. ജസ്റ്റ് എക്സ്പെക്റ്റഡ് ആണ്, 100% അക്യൂറേറ്റ് കാര്യങ്ങളൊന്നും അല്ല മക്കളെ, എക്സ്പെക്റ്റഡ് മാത്രമാണ്. ഇതാണ് ഇവിടുത്തെ മാർഗ്. സോറി, നേരെ തിരിഞ്ഞു പോയി മക്കളെ. ഇതാണ് ഈ വട്ടത്തെ എന്ത് റാങ്ക് അല്ല, ഇതാണ് റാങ്ക്. ഇതാണ് ഓൾ ഇന്ത്യ റാങ്ക്. ഇതാണ് ഇവിടുത്തെ കിട്ടാൻ ചാൻസ് ഉള്ള ഓൾ ഇന്ത്യ റാങ്ക്. ഇതാണ് കുട്ടീന്റെ മാർഗ് എന്ന് പറഞ്ഞാൽ. മാർഗ് ഇതെന്താണ്? ഓൾ ഇന്ത്യ റാങ്ക് ആണ് കേട്ടോ. 680ഓളം മാർക്കുള്ളവർ, 720നും 680 വരെ മാർക്കുള്ളവർ 100-നുള്ളിൽ വരും കേട്ടോ. 100-നുള്ളിൽ വരും. 640 വരെ ഉള്ളവർ 500-നുള്ളിൽ വരും. 620 വരെ ഉള്ളവർ 1000-നുള്ളിൽ വരും. 600-നുള്ളിലുള്ളവർ 2000-നുള്ളിൽ വരും. 550-നോളം ഉള്ളവർ 5000-നുള്ളിൽ വരും. 564-ന് കൂടുതലുള്ളവർ 1000-നുള്ളിൽ വരും. അങ്ങനെ 520 വരെയുള്ള കുട്ടിയാണ് 25,000 റാങ്കിനുള്ളിൽ വരിക. നമ്മൾ സാധാരണ ഓൾ ഇന്ത്യ റാങ്ക്, കേരള റാങ്ക് അല്ല, ഓൾ ഇന്ത്യ റാങ്ക് 25,000 വരെയുള്ള കുട്ടികൾക്കാണ് ഇന്ത്യയിൽ എവിടെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ MBBS പഠിക്കാൻ പറ്റുമെന്ന് പറയാം. 30,000 വരെയൊക്കെ മാക്സിമം എടുക്കാം. സീറ്റിന് എണ്ണം കൂടിയിട്ടുണ്ട്. ഞാൻ 25,000 വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ കേരള ഓൾ ഇന്ത്യ റാങ്ക് 25,000 കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ 520 ആയിരിക്കും മാർക്ക്. അപ്പൊ നോക്കിക്കോ, 680 മാർക്കുള്ള ഒരു കുട്ടി, 680, 90, 700, 710, 720, 680-ന് മുകളിലേക്ക് മാർക്കുള്ള കുട്ടി ഏതിൽ വരും? ഓൾ ഇന്ത്യ റാങ്ക് 100-നുള്ളിൽ വരും അല്ലെ മക്കളെ? ഓൾ ഇന്ത്യ റാങ്ക് 100-നുള്ളിൽ വരും. 680-നേക്കാളുള്ള ആൾക്കാർ. ഓൾ ഇന്ത്യ റാങ്ക് എത്ര ആണോ കേരള റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ? ഏകദേശമേ പറയാൻ പറ്റുള്ളൂ. ഓൾ ഇന്ത്യ റാങ്ക്, ഇന്ത്യയിലെ നീറ്റ് എഴുതിയ മുഴുവൻ കുട്ടികളിൽ ആ കുട്ടിന്റെ റാങ്ക് 100 ആണെങ്കിൽ, ആ കുട്ടി കേരളത്തിലെ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് കേരളത്തിലെ റാങ്ക് എത്രയാണെന്നറിയാമോ? 100/10. അതായത് ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശമാണ്, കറക്റ്റ് ഒന്നും അല്ല. ഓൾ ഇന്ത്യ റാങ്ക് ബൈ 10 ചെയ്താൽ മതി. കേരള റാങ്ക് കിട്ടാൻ ആ കുട്ടിന്റെ ഓൾ ഇന്ത്യ റാങ്കിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 100 അല്ലേ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ, ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ എത്ര വരും? കുട്ടീന്റെ കേരള റാങ്ക് 10 മക്കളെ. നല്ല റാങ്കാ. കേരളത്തിൽ കേരളത്തിൽ നീറ്റ് എഴുതിയവരിൽ ആ കുട്ടിക്ക് 10 റാങ്ക് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ജസ്റ്റ് ആണ് കേട്ടോ, ഇപ്പോഴും 10 ആണെന്നൊന്നും ഇല്ല. ജസ്റ്റ് എല്ലാ കൊല്ലത്തേക്ക് ഒന്ന് വെച്ച് ഏകദേശം 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കേരള റാങ്ക് കിട്ടും. കേരള റാങ്ക് 10 ആണ് ആ കുട്ടിക്ക്. ആ കുട്ടിന്റെ പേര് അഖിൽ എന്നാണ് കേട്ടോ. ആ കുട്ടിന്റെ പേരെന്താ സാറേ? അഖിൽ കേട്ടോ, ഞാനല്ല കേട്ടോ, വേറെ ഏതോ കഴിവുള്ള അഖിലാണ്. ആ കുട്ടിന്റെ പേര് അഖിൽ എന്നാ. അഖിലിന് കേരള റാങ്ക് 10, ഓൾ ഇന്ത്യ റാങ്ക് 100 ആന്നിരിക്കട്ടെ. എങ്കിൽ ആ അഖിലിന് എവിടുത്തെ കോളേജ് കിട്ടും? അഖിലിന് കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജ് കിട്ടും? ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, അങ്ങനെ 3, 3, 6, 2, 8, 12 മെഡിക്കൽ കോളേജ് ഉണ്ട്. ഗവൺമെന്റ് കോളേജുകൾ 12 എണ്ണമാണ്. പ്രൈവറ്റ് കുറെ ഉണ്ട് കേട്ടോ. ഓരോ കോളേജിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് നോക്കി, അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെന്റ് വരെ ഉണ്ട്. പിന്നെ നമ്മൾ +1 അഡ്മിഷൻ കൊടുത്ത പോലെ ഓരോ അലോട്ട്മെന്റിൽ ഓരോ ആൾക്കാരെ ഫില്ല് ചെയ്യും. 3ാമത്തെ അലോട്ട്മെന്റ് നോക്കിയാൽ മതി. 3ാമത്തെ അലോട്ട്മെന്റിലാണ് ഏറ്റവും കൂടുതൽ റാങ്ക് ഉള്ള കുട്ടീനെ എടുക്കുക. ഓക്കെ, ആദ്യം 638 റാങ്ക് ഉള്ള ആളെ എടുത്തോളൂ. ഇതൊക്കെ കേരള റാങ്ക് കേട്ടോ. ഞാൻ കൊടുത്തേക്കുന്നൊക്കെ കേരള റാങ്കുമാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് റിസർവേഷൻ ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ്. റിസർവേഷൻ ഇല്ലാത്ത ആൾക്കാരാ, ജനറൽ കാറ്റഗറിന്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അഖിലിന് 10 റാങ്കാ. നിങ്ങൾ നോക്കി, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 638 കേരള റാങ്ക്. ഇതൊന്നും ഓൾ ഇന്ത്യ റാങ്ക് അല്ല. 638 കേരള റാങ്കുള്ള കുട്ടിക്ക് ആലപ്പുഴയിൽ ഫസ്റ്റ് അലോട്ട്മെന്റിലെ സീറ്റ് കിട്ടി. പക്ഷെ നമ്മുടെ അഖിലിന് എത്ര? 10 റാങ്ക് ഉണ്ട്.
638 കേരള റാങ്കുള്ള കുട്ടിക്ക് അവിടെ സീറ്റ് കിട്ടി. അപ്പൊ 10ാം റാങ്കുള്ള അഖിലിനോ ആലപ്പുഴയിൽ കിട്ടും, എറണാകുളത്ത് കിട്ടും, എല്ലായിടത്തും വേണമെങ്കിലും അഖിലിന് കിട്ടും. പക്ഷെ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഏതാ? ഒന്നെങ്കിൽ കോഴിക്കോട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം. കോഴിക്കോട്, ട്രിവാൻഡ്രം, പിന്നെ ഏതാ? ഫസ്റ്റ് കോഴിക്കോട് വരും, പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ് ബെസ്റ്റ്, പിന്നെ ഏതാ മക്കളെ? തൃശ്ശൂര് ബെസ്റ്റാണ്, പിന്നെ ഏതാ വരിക മക്കളെ? കോട്ടയം ബെസ്റ്റാണ്, പിന്നെ കൊല്ലം എവിടെ? കൊല്ലം ബെസ്റ്റാണ്, ആലപ്പുഴ ബെസ്റ്റാണ്, മഞ്ചേരി ബെസ്റ്റാണ്. ഇതൊക്കെയാണ് ബെസ്റ്റ് കോളേജസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെയാണ് ബെസ്റ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ കേരള റാങ്ക് 10 ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എവിടെ വേണമെങ്കിലും കിട്ടും കേട്ടോ. 638 ഇവിടെ കിട്ടും, 97 വരെ എടുത്തിട്ടുണ്ട്, ഇവിടെ കിട്ടും കണ്ടോ. മഞ്ചേരിയിൽ 183 വരെ എടുത്തിട്ടുണ്ട്, ആ കുട്ടീന്റെ കേരള റാങ്ക് 10 ആണ്. അപ്പൊ കുട്ടിക്ക് ഇവിടെ കിട്ടും. ഇങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് നോക്കണ്ട. സെക്കൻഡ് അലോട്ട്മെന്റ് ആകുമ്പോൾ കുറച്ചുകൂടെ റാങ്ക് കൂടുതലുള്ള കുട്ടിക്ക് കിട്ടും. തേർഡ് അലോട്ട്മെന്റ് ആകുമ്പോൾ കുറച്ചുകൂടെ റാങ്ക് കൂടുതലുള്ള കുട്ടിക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ റാങ്ക് എടുക്കുന്നത് തേർഡ് അലോട്ട്മെന്റിലാണ്. അപ്പൊ നിങ്ങൾ എല്ലാ കോളേജിലും തേർഡ് അലോട്ട്മെന്റ് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ 3 അലോട്ട്മെന്റിലും കുട്ടികൾ കയറാത്ത എവിടാ? ഇടുക്കിയിൽ 3 അലോട്ട്മെന്റിലും കുട്ടികൾ വന്നിട്ടില്ല. ഇവിടുത്തെ കുട്ടികൾ ജനറൽ കാറ്റഗറിയിലെ കുട്ടികൾ ആ 3 അലോട്ട്മെന്റിൽ അവിടെ ചേർന്നിട്ടില്ല. കുട്ടികൾ വേറെ നല്ല കോളേജ് എടുത്ത് പോയി കാണും, അല്ലെ ഓൾ ഇന്ത്യയിൽ എവിടെങ്കിലും കോളേജ് എടുത്ത് പോയി കാണും. ഈ കോളേജ് ഇടുക്കി കോളേജ്, പാലക്കാട് കോളേജ്, കോന്നി കോളേജ്, അതേപോലെ കാസർഗോഡൊക്കെ ഇപ്പം വന്ന കോളേജുകളാണ്. സീറ്റ് കുറവാണ്, പേഷ്യൻസിന്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് കുട്ടികൾ അവിടെ പഠിക്കുന്നേക്കാൾ നല്ലത് ഏതിലെ കുട്ടികളാ? അൺറിസേർവ്ഡ്. യു ആർ എന്ന് പറഞ്ഞാൽ അൺറിസേർവ്ഡ്. അതെന്താ? ജനറൽ കാറ്റഗറി. ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾ ആ കോളേജിൽ പഠിക്കുന്നേക്കാൾ നല്ലത് പുറത്തെ നല്ല കോളേജിലാ പഠിക്കാൻ ആഗ്രഹമെന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് പോകും. 3 അലോട്ട്മെന്റുകളിലും ജനറൽ കാറ്റഗറിയിൽ നിന്ന് കുട്ടികൾ അവിടെ വന്ന് പഠിക്കാറില്ല. വേറെ കാറ്റഗറിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ അവിടെ ഫിൽ ആവുന്നുണ്ട് കേട്ടോ. ഈഴവ, വിശ്വകർമ്മ, ബാക്ക്വേർഡ്, ഹിന്ദു, ലാറ്റിൻ കാത്തലിക്, പിന്നെന്താ കുടുംബി, അങ്ങനെ ഒരുപാട് കാറ്റഗറി, SC ST, അങ്ങനെ വേറെ കാറ്റഗറിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ അൺറിസർവ്ഡ്, നമ്മൾ ഈ സംസാരിക്കുന്നൊക്കെ ജനറൽ കാറ്റഗറിന്റെ. ബാക്കിയുള്ള കാറ്റഗറിക്ക് ഇതിനേക്കാൾ കുറവ് റാങ്ക് മതിയല്ലോ. ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ച് അവര് ഈ 4 കോളേജുകൾ അങ്ങനെ ചൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇനി അടുത്ത നോക്ക് മക്കളെ. ഒരു കുട്ടീനെ വേറെ കുട്ടി ഇപ്പൊ നോക്കേ, 650 കുട്ടീന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. 650 കുട്ടീന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ സംസാരിക്കാൻ ഒന്ന് നടുക്ക് 580 കുട്ടിക്ക് ഏത് കോളേജ് കിട്ടും? ഏത് കോളേജ് കേരളത്തിൽ കിട്ടും? 580 മാർക്കുള്ള കുട്ടിക്ക് ഓൾ ഇന്ത്യ റാങ്ക് എത്ര? ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം വരുന്ന കേട്ടോ, പറയാ ഏകദേശം 5000 അതിന്റെ ഓൾ ഇന്ത്യ റാങ്ക്. അതിന്റെ ഓൾ ഇന്ത്യ റാങ്ക് 5000 ആണെന്ന് മനസ്സിലായി. അതിന്റെ കേരള റാങ്ക് എത്ര വരിക? കേരള റാങ്ക് ഈസ് ഈക്വൽ ടു 5000/10 ചെയ്യുക. അപ്പൊ എത്ര വരിക? കുട്ടീന്റെ കേരള റാങ്ക് 500 ആണെന്ന് മനസ്സിലായി. കുട്ടീന്റെ കേരള റാങ്ക് 500 ആണെന്ന് മനസ്സിലായി. ഈ കുട്ടീന്റെ പേര് എന്തെടുത്തോ? ഈ കുട്ടീന്റെ പേര് അശ്വതി എന്ന് എടുത്തോ, ഏതെങ്കിലും ഒരു പേരെടുത്തോ. ഇത് അഖില്, ഇത് അശ്വതി എന്ന് ഇരിക്കട്ടെ ചുമ്മാ. ഓക്കെ, അശ്വതി 500 റാങ്ക് കേട്ടോ. അശ്വതിക്ക് 500 റാങ്കാ. അശ്വതിക്ക് ഏതൊക്കെ കോളേജ് കിട്ടും മക്കളെ? നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് നോക്കണ്ട, തേർഡ് അലോട്ട്മെന്റിലാണ് ഏറ്റവും കൂടുതൽ റാങ്ക് എടുക്കുക. കേരള റാങ്ക് 500 അശ്വതിക്ക്. നോക്കി, ഇവിടെ ആലപ്പുഴയിൽ 857 വരെ എടുത്തു. അപ്പൊ 500 എന്ന് പറഞ്ഞാൽ 857 നിൽക്കുന്ന റാങ്ക് അല്ലേ? അപ്പൊ കുട്ടിക്ക് ആലപ്പുഴയിൽ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടും, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടും. 638 വരെ ആലപ്പുഴയിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എടുത്തു. നമ്മുടെ കുട്ടിക്ക് 500 റാങ്ക്. കേരള റാങ്ക് വെച്ചാണ് ഇതൊക്കെ പറയുന്നത്, ഓൾ ഇന്ത്യ വെച്ചല്ല. ഓൾ ഇന്ത്യയിൽ നിന്ന് കേരള റാങ്ക് കണ്ടുപിടിച്ചിട്ട് വേണം ഇതൊക്കെ നോക്കാൻ. ഓക്കെ, ആലപ്പുഴയിൽ കിട്ടും, എറണാകുളത്തോ കിട്ടും. 904 വരെ പോയിട്ടുണ്ട് കേരള റാങ്ക്. ഓക്കെ, അടുത്ത് നോക്ക്, ഇടുക്കിയിൽ കയറില്ല, കാരണം ഇടുക്കിയിൽ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾ അവിടെ വരാറില്ല. കോഴിക്കോട് കിട്ടുമോ? കോഴിക്കോട് ആ കുട്ടിക്ക് കിട്ടില്ല. കാരണം എന്താ? കോഴിക്കോട് കിട്ടണമെങ്കിൽ 234 വരണം. പക്ഷെ നമ്മുടെ കുട്ടീന്റെ റാങ്ക് എത്ര? 500. 234 റാങ്കിന്റെ ഉള്ളിൽ വന്നാലേ കിട്ടുള്ളൂ. 233 കിട്ടും, 32 കിട്ടും, 100 കിട്ടും, 50 കിട്ടും. പക്ഷെ അതിനപ്പുറം പോയാൽ കിട്ടില്ല. 500 എന്ന് പറഞ്ഞാൽ 234 അപ്പുറം പോയില്ലേ? അപ്പൊ കുട്ടിക്ക് കോഴിക്കോട് കിട്ടില്ല. കൊല്ലം കിട്ടുമോ? കിട്ടും. 852 വരെ പോയിട്ടുണ്ടല്ലോ. നമ്മുടെ കുട്ടിക്ക് 500 അല്ലേ? അതിന്റെ 500 എന്ന് പറഞ്ഞാൽ 852 ഉള്ളിലല്ലേ? കിട്ടും മക്കളെ. കണ്ണൂർ കിട്ടുമോ? കിട്ടും. 902 ഉള്ളിലാണ് 500. കോട്ടയം കിട്ടുമോ മക്കളെ? കിട്ടും. 594 ഉള്ളിലാണ് 500. കിട്ടും. മഞ്ചേരി കിട്ടുമോ മക്കളെ? 842 ഉള്ളിലാണ് 500. കിട്ടും. പാലക്കാട് നമ്മൾ എടുക്കാറില്ല. തൃശ്ശൂർ കിട്ടുമോ? 553 ഉള്ളിലാണ് തൃശ്ശൂർ. കിട്ടും. തിരുവനന്തപുരം കിട്ടുമോ? ഇല്ല. തിരുവനന്തപുരം 370 വരെ എടുത്തിട്ടുള്ളൂ. 377 ഉള്ളിലല്ല 500, പുറത്താണ് 500. അപ്പൊ തിരുവനന്തപുരം കിട്ടില്ല. കാസർഗോഡ് ആരും എടുത്തിട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഏത് കോളേജ് കിട്ടുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുക. ഇനി ഏറ്റവും താഴത്തെ 520+ കിട്ടുന്ന ഒരു കുട്ടി,
520 കട്ട് ഓഫ് എന്ന് പറയുന്നു കേട്ടോ, ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. 520 കിട്ടുന്ന ഒരു കുട്ടിക്ക് ഏകദേശം 25,000 വരും. ഏകദേശം കേട്ടോ, ചിലപ്പോൾ ഇതിന്റെ ഉള്ളിൽ 20,000 വരാം, ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഓൾ ഇന്ത്യ റാങ്ക് എത്ര സാറേ? 25,000 അപ്പൊ കുട്ടീന്റെ കേരള റാങ്ക് എത്ര വരിക? 25,000/10 ചെയ്താൽ മതി. എത്ര? 2,500 കുട്ടീന്റെ കേരള റാങ്ക് 2,500 വന്നു. കുട്ടീന്റെ കേരള റാങ്ക് 2,500 വന്നു. 2,500 വന്നെങ്കിലോ ഇവിടെ എവിടെങ്കിലും കിട്ടുമോ നോക്ക് മക്കളെ. ഇവിടെ മൂന്നാമത്തെ അലോട്ട്മെന്റ് നോക്കണം കേട്ടോ. ഇവിടെ കിട്ടില്ല. 857 അപ്പുറം പോയില്ലേ 2,500. ഇവിടെ കിട്ടില്ല. ഒരിടത്തും 2,500 കേരള റാങ്കുള്ള ഒരു കുട്ടിക്കും ഇവിടെ കിട്ടില്ല. എവിടെ? കേരളത്തിൽ കിട്ടില്ല. ടെൻഷൻ അടിക്കില്ല കേട്ടോ. 2,500 കിട്ടിയെന്ന് പറഞ്ഞ് സാറേ കട്ട് ഓഫ് 520 എനിക്ക് 520 ഉണ്ട്, പക്ഷെ എനിക്ക് MBBS കേരളത്തിൽ എന്തുകൊണ്ട് കിട്ടില്ല? ഒന്നാമത്തെ കാര്യം, 2,500 ഉള്ളതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ കിട്ടില്ല എന്ന് പറയാൻ കാരണം നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ കിട്ടില്ല. നമ്മൾ പറഞ്ഞല്ലോ ഈ സംസാരിക്കുന്നൊക്കെ ജനറൽ കാറ്റഗറിന്റെ കാര്യമാണ്. നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണ്, കേരള റാങ്ക് 2,500 ആണെങ്കിൽ കഴിഞ്ഞ അലോട്ട്മെന്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടാൻ പാടായിരിക്കും. അത് ജനറൽ കാറ്റഗറിക്ക് കേട്ടോ. വേറെ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 2,500 ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എവിടെയെങ്കിലൊക്കെ സീറ്റ് കിട്ടും കേരളത്തിൽ. ജനറൽ കാറ്റഗറി ഉള്ള കുട്ടിക്ക് കിട്ടില്ല. ഇവിടെ കിട്ടില്ല എന്ന പ്രശ്നമുള്ളൂ. പുറത്ത് പോവാം. ഓൾ ഇന്ത്യ കോട്ട ഉണ്ട്. ഓൾ ഇന്ത്യ കോട്ടയിൽ പുറത്തെ കോളേജിൽ പഠിക്കാൻ പറ്റും. 2,500 നിങ്ങളുടെ കേരള റാങ്ക് എങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 25,000 ആണെങ്കിൽ ഇന്ത്യയിൽ എവിടെങ്കിലും MBBS ഗവൺമെന്റ് കോളേജിൽ പഠിക്കാം. കേരളത്തിൽ എവിടെയും MBBS ഗവൺമെന്റ് കോളേജിൽ പഠിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ ജനറൽ കാറ്റഗറിയാ. കേരളത്തിൽ പഠിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ കോളേജുകളിൽ, വേറെ സംസ്ഥാനത്തെ കോളേജുകളിൽ ഗവൺമെന്റ് സീറ്റിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ പഠിക്കാം. ടെൻഷൻ അടിക്കണ്ട. നോക്ക്, ഈ ഓൾ ഇന്ത്യ റാങ്ക് 25,000 വരെയുള്ള കുട്ടികൾക്ക് MBBS കിട്ടുമെന്ന് പറയുന്നത് സ്വന്തം സംസ്ഥാനത്ത് കിട്ടുമെന്നല്ല, ഇന്ത്യയിൽ എവിടെങ്കിലുമുള്ള സംസ്ഥാനത്തെ എവിടെങ്കിലും ഗവൺമെന്റ് കോളേജിൽ കിട്ടുമെന്നാണ് കേട്ടോ പറയുന്നത്. ഉദ്ദേശിക്കണം, മനസ്സിലാക്കണം. ഓൾ ഇന്ത്യ റാങ്ക് 25,000 വരെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നത് നമ്മൾ പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് 25,000 വരെയുള്ള കുട്ടികൾക്ക് സ്വന്തം സംസ്ഥാനത്ത് കിട്ടുമെന്നല്ല, കേരളത്തിൽ എവിടെങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറി ബേസ് ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ള OBC, SC, ST, കുടുംബി, ധീവര അങ്ങനെയുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതിനേക്കാൾ കുറവ് റാങ്ക് മതി കിട്ടും. 2,500 ഉള്ള ഒരു കുട്ടിക്ക്, ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് കേരളത്തിൽ കിട്ടില്ല എന്നേ ഉള്ളൂ. OBCയും ബാക്ക്വേർഡ് ഇന്ത്യയും ധീവരയും കുടുംബിയും ഒക്കെ ആയ കുട്ടികൾക്ക് 2,500 റാങ്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ കേരളത്തിലെ പല സീറ്റുകളും കിട്ടാം, പല കോളേജിലും കിട്ടാം. ഓക്കെ, നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ കേരള റാങ്ക് ആണ്, ഓൾ ഇന്ത്യ റാങ്ക് അല്ല. ഓൾ ഇന്ത്യ റാങ്കിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കേരള റാങ്ക് കിട്ടും. ഇതൊക്കെ ജനറൽ കാറ്റഗറിന്റെ ബേസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കി വെച്ചേക്കാം. നിങ്ങളുടെ മാർക്ക് വെച്ച് ഏത് കോളേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് കോളേജ് കിട്ടാനാണ് ചാൻസ് എന്ന് ഒന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ.